സെൻസസിന്റെ ഭാഗമായി വ്യക്തികൾക്ക് സ്വയം വിവരം നൽകാവുന്ന സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്ക് തുടക്കമായി. ജൂൺ 30 വരെയാണ് സെൽഫ് എന്യൂമറേഷന് അവസരമുള്ളത്. ജില്ലാതല ഉദ്ഘാടനം കൊല്ലം കളക്ടറേറ്റ് ഹാളിൽ നടത്തി. സെൻസസിന്റെ ഭാഗമായി സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയ്ക്കാണ് തുടക്കമായത്. പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കൊല്ലം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തി. NK പ്രേമചന്ദ്രൻ MP ഉദ്ഘാടനം നിർവഹിച്ചു. വ്യക്തിവിവരങ്ങൾ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയിലൂടെ അദ്ദേഹം രേഖപ്പെടുത്തി. സെൻസസിന് വിവരങ്ങൾ നൽകേണ്ടത് നിയമപരമായ ഉത്തരവാദിത്തമാണെന്നും സത്യസന്ധമായും സുതാര്യമായും വിവരങ്ങൾ നൽകണമെന്നും MP പറഞ്ഞു. ആസൂത്രിതമായ വികസന പ്രക്രിയ രാജ്യത്ത് നടപ്പാക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഘടകമാണ് സെൻസസ് അല്ലെങ്കിൽ സ്ഥിതി വിവര കണക്കുകൾ. ആ സെൻസസ് അല്ലെങ്കിൽ ഡേറ്റ ഇന്ന് രാജ്യത്തിൽ ആഗോളതലത്തിൽ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള ഉൽപ്പന്നം ഏത് എന്ന് ചോദിച്ചാൽ സ്ഥിതി വിവര കണക്കുകളാണ്, അല്ലെങ്കിൽ ഡേറ്റയാണ്. കളുടെ ഓരോ നിലവാരം, അതിൽ ആ ഗാർഹിക ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇന്ധനമടക്കം വൈദ്യുതി അടക്കം എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും സൂക്ഷ്മതല സ്പർശിയായിട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചാൽ ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം ഭാവി വികസന പ്രക്രിയയെ സംബന്ധിച്ച് ആസൂത്രണം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അത് പ്ലാൻ ചെയ്യേണ്ടത് അതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതാണ് 2027 സെൻസസ് ഇന്ന് ഔപചാരികമായി തുടക്കം കുറിക്കുന്നത്. കുടുംബങ്ങളുടെ ജീവിത നിലവാരം, അവർ രാജ്യത്തായാലും ഈ ഡേറ്റയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ഡിജിറ്റൽ യുഗത്തിൽ, ഒരു കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് എക്കണോമി നിലനിൽക്കുന്ന ഡിജിറ്റൽ യുഗത്തിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള, ഏറ്റവും മൂല്യവത്തായിട്ടുള്ള ഇനം ഏത് എന്ന് ചോദിച്ചാൽ വിവരങ്ങളാണ്. ഇപ്പൊ ഞാൻ എന്റെ എന്യൂമറേഷൻ ലിസ്റ്റ് നോക്കിയപ്പോൾ തന്നെ വീട്ടിലുള്ളവരുടെ എണ്ണത്തെ സംബന്ധിച്ചില്ല. വീട്ടിൽ പാചകവാതകമാണോ ഉപയോഗിക്കുന്നത്, വിറകാണോ ഉപയോഗിക്കുന്നത്, ഇഷ്ടിക കൊണ്ടാണോ മണ്ണ് കൊണ്ടാണോ വീട് നിർമ്മിച്ചിട്ടുള്ളത്, മേൽക്കൂര കോൺക്രീറ്റ് ആണോ തുടങ്ങിയിട്ടുള്ള വിശദാംശങ്ങൾ, അവിടെ താമസിക്കുന്ന ദമ്പതികളുടെ എണ്ണം അടക്കമുള്ള വിവരങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പരിപ്രേക്ഷ്യം, അല്ലെങ്കിൽ അതിന്റെ ഒരു ക്രോസ് സെക്ഷനാണ് സത്യത്തിൽ ഈ ഗാർഹിക ഡേറ്റയിലൂടെ വിശദമാക്കുന്നത്. സെൻസസ് ഡയറക്ടറേറ്റിന്റെ പോർട്ടൽ മുഖേന സെൽഫ് എന്യൂമറേഷൻ നടത്താനാകും. 34 ചോദ്യങ്ങൾക്കാണ് മറുപടി നൽകേണ്ടത്. 15 മുതൽ 20 വരെ മിനിറ്റിനുള്ളിൽ പ്രക്രിയ പൂർത്തിയാക്കാം. പോർട്ടലിൽ സംസ്ഥാനം തെരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യാം. ഒരു കുടുംബത്തിന് ഒരു മൊബൈൽ നമ്പർ മാത്രമാണ് ഉപയോഗിക്കാനാവുക. മറുപടികളെല്ലാം നൽകി കഴിഞ്ഞാൽ ലഭിക്കുന്ന സെൽഫ് എന്യൂമറേഷൻ ID സെൻസസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുമ്പോൾ കൈമാറാം. വിവരങ്ങൾ ഡിജിറ്റലായി സൂക്ഷിക്കാം. ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് അധ്യക്ഷത വഹിച്ചു. ആദ്യത്തെ ഫേസിലുള്ള സെൽഫ് എന്യൂമറേഷൻ ആണ് ഇന്നിവിടെ നടക്കുന്നത്. അതിന്റെ ഔദ്യോഗിക ഉദ്ഘാടനമാണ് നിർവഹിക്കപ്പെടുന്നത്. സർ, ഇവിടെ നമ്മുടെ കളക്ടറേറ്റിലാണ് ഇതിന്റെ സാറിന്റെ ബഹുമാനപ്പെട്ട MPയുടെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്. എന്നാൽ കളക്ടറേറ്റിലെ എല്ലാ ഉദ്യോഗസ്ഥരുടെ റൂമിൽ എല്ലാ ദിവസവും പ്രവർത്തിക്കും. എന്നതുപോലെ സെൽഫ് എന്യൂമറേഷൻ നമ്മളുടെ ഉദ്യോഗസ്ഥർക്ക് ഫീൽഡിൽ പോകുന്ന സമയത്ത് വളരെയധികം സഹായകമാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. കാന്റീൻ ആണെങ്കിലും അതുപോലെ നമ്മുടെ ഡെവലപ്മെന്റിന് വേണ്ടിയുള്ള ഫണ്ടുകളാണെങ്കിലും അതുവഴി നമ്മുടെ സംസ്ഥാനത്തിന്റെ, നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് ഈ സെൻസസിന്റെ പ്രവർത്തനം ഏറ്റവും കാര്യക്ഷമമാകേണ്ടത് വളരെ അനിവാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു പ്രവർത്തനത്തിലേക്ക് കൊല്ലം ജില്ലയിലെ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രത്യേകം ആഗ്രഹിച്ചുകൊണ്ട് സബ് കളക്ടർ അഖിൽ വി മേനോൻ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ S സുബോധ, ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡെപ്യൂട്ടി ഡയറക്ടർ R രാധാകൃഷ്ണപിള്ള, KSITM ജില്ലാ പ്രോഗ്രാം മാനേജർ ജിതിൻ രാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.